ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, വായിലിട്ട അലിഞ്ഞു പോകുന്ന ഒരു സിമ്പിൾ ബനാന മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മളിവിടെ ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസ് തന്നെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അത്ര കരിഞ്ഞ്, അതായത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോണ രീതിയിൽ മൂപ്പിക്കരുത്. നമുക്കൊന്ന് കുറച്ച് പഴം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. അതിനനുസരിച്ച് മൂപ്പിച്ചെടുക്കാം. കുറച്ച് നേരം നെയ്യിലിട്ട് നമ്മളൊന്ന് വാട്ടി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളർ ഷെയ്ഡൊന്ന് മാറും. ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അടുക്കി പിടിച്ച് ബ്ലാക്ക് കളറൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമ്മൾ എന്തോരം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് പഴം എടുക്കുക. ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് സോഫ്റ്റായിട്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് എടുക്കാം. പിന്നെ മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, മധുരത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതലും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടും. അധികം താമസിക്കേണ്ട, നമുക്ക് ഇറക്കി വെക്കാം. ഏകദേശം ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിക്കുക. നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. ഇവിടെ ഞാൻ 2 സ്പൂൺ, ഇത്രയും പാലിന് 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ചെറിയ 10 രൂപയുടെ മിൽക്ക് പൗഡർ കിട്ടില്ലേ, പാൽപ്പൊടി, അമുല്യയുടെ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പാക്കറ്റ് ഫുള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ചൂട് പാലിൽ ഇതാക്കി ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഒട്ടും ഈ പാൽപ്പൊടിക്കും അരിപ്പൊടിൻ്റെയും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഗ്യാസ് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശം കട്ടയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കട്ടകളെല്ലാം മാറിയിട്ടുണ്ട്. ചൂടാകുമ്പോഴത്തേക്കും കട്ടകളൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊരു ക്രീമി ടെക്സ്ചർ ആവണ വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പാല് വെള്ളം പോലെ ഇരിക്കാതെ ക്രീമി ആവും. ഈ അരിപ്പൊടിയും കൂടി ചേർത്തേക്കുന്നതുകൊണ്ട് നമുക്ക് ഇതൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. അതുവരെയും അത് എത്ര നേരം എടുക്കുന്നോ അത്രയും നേരം വരെ നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഇപ്പോൾ ലോ ഫ്ലെയിമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇളക്കൽ നിർത്താം. ഹൈ ഫ്ലെയിമൊക്കെ ആണെങ്കിൽ പാല് പെട്ടെന്ന് അടുക്കി പിടിക്കും. കാര്യം നമ്മൾ ഈ അരിപ്പൊടിയും കൂടി ഇട്ടേക്കുന്നത് കൊണ്ടിട്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഏകദേശം ക്രീമിയായി വരുന്നുണ്ട്, തിക്കായി വരുന്നുണ്ട് നമ്മുടെ മിൽക്ക്. അപ്പോൾ നിങ്ങൾ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല തിക്കാവണേ. ആവശ്യത്തിന് തിക്കാവുകയാണെങ്കിൽ അത് മാറ്റി വയ്ക്കുക. അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ തിക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല കേട്ടോ, ഇത്രയും തിക്കല്ല. നമ്മൾ നല്ല ലൂസാണെങ്കിൽ നമുക്ക് ഒരിക്കലും പുഡിങ്ങായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന ബനാന ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ക്രീമി ആയിട്ട് കിട്ടിയേക്കുന്ന മിൽക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ആറാൻ വേണ്ടിയിട്ടാണ്, ചൂടൊക്കെ മാറി പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലേറ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു ബൗളോ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. താഴെ ബനാന വെച്ചിട്ട് നമ്മൾ ക്രീമി ആക്കിയെടുത്ത ആ പാലിൻ്റെ മിൽക്കിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഷേപ്പിലൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർ വേറെ ബൗൾ എടുക്കണം കേട്ടോ. എന്തായാലും നല്ല സോഫ്റ്റ് പുഡിങ്ങായിട്ട് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്ലേറ്റ് എടുത്തത്. ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ പാത്രം എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൽ കുറച്ച് ഭാഗം മാത്രം നമ്മൾ ആ ബനാനയുടെ പുറമേ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ബനാന ഇതിൻ്റെ പുറമേ ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ
അല്ലെങ്കിൽ നമ്മൾ നട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ടോപ്പിങ്സ് പോലെ ആഡ് ചെയ്താൽ കൂടുതലും ടേസ്റ്റ് കൂടും. ഇപ്പം എൻ്റെ കയ്യിൽ നട്ട്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ ബനാനയുടെ കൂടെ ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ട് ചേർത്താൽ മതി. അത് ടേസ്റ്റ് കൂട്ടും അങ്ങനെ ചെയ്താൽ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം മാത്രം, നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു 2 മണിക്കൂർ ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബനാന പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ, നമ്മുടെ വായിലിട്ട വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വായിലിട്ടാൽ അലിഞ്ഞു പോവും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആകെ നമുക്ക് എല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.